ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الأحبة أوصيكم بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأنزلنا إليك الكتاب بالحق مصدقا لما بين يديه من الكتاب ومهيمنا عليه فاحكم بينهم بما أنزل الله ولا تتبع أهواءهم عما جاءك من الحق لكل جعلنا منكم شرعة ومنهاجا ولو شاء الله لجعلكم أمة واحدة ولكن ليبلوكم فيما آتاكم فاستبقوا الخيرات إلى الله مرجعكم جميعا فينبئكم بما كنتم فيه تختلفون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, അല്ലാഹുവിനെ മനസ്സിലാക്കി അവൻ്റെ വിധി നിർദ്ദേശങ്ങൾ സൂക്ഷ്മതയോടെ ജീവിതത്തിൽ പുലർത്താൻ ശ്രദ്ധിക്കണമെന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ വലിയ ആഘോഷങ്ങളിലാണ്. മാപ്പിള സമുദായം, കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ മഹാഭൂരിപക്ഷം ഒരു മാസം നീണ്ടു നിൽക്കുന്ന മീലാദുൻ നബി ആഘോഷത്തിൻ്റെ തിരക്കിലാണ്. അതോടൊപ്പം തന്നെ ആഘോഷം ഒരു ജീവിതമാക്കിയ ഒരു സമുദായം എന്ന നിലക്ക് ആരുടേതായാലും ആഘോഷം നമ്മൾ ഏറ്റെടുത്തു എന്ന രൂപത്തിൽ ഈ സമൂഹത്തിലെ മറ്റു മതവിഭാഗങ്ങളുടെയോ മതങ്ങളില്ലാത്തതിൻ്റെയോ ഒക്കെ ആഘോഷങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നവർ എന്ന നിലക്ക് ഹൈന്ദവ സമൂഹത്തിൻ്റെ പുണ്യം എന്നവർ കരുതുന്ന ആഘോഷമായ ഓണത്തിൻ്റെ ആഘോഷത്തരത്തിലും ആണ് നമ്മുടെ സമുദായം. ഇതിൽ മീലാദുൻ നബിയെ നമുക്കറിയാം. അത് ഓരോ വർഷവും പുതിയ പുതിയ രൂപങ്ങളിലേക്ക് ആഘോഷങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് അത് ഒരു ഭക്തി സൂചിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടുവന്നതാണെങ്കിൽ ഇന്നത് ശക്തി തെളിയിക്കാൻ, സംഘടനകൾക്കൊക്കെയും മഹല്ലുകൾക്കൊക്കെയും ശക്തി തെളിയിക്കാനുള്ള, അല്ലെങ്കിൽ തങ്ങളുടെ സാമ്പത്തിക സുസ്ഥിതി ബോധ്യപ്പെടുത്താനുള്ള ഒക്കെ ഒരു അവസരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തഖ്വ എന്നതിൽ കവിഞ്ഞ്, തഖ്വയ്ക്ക് വേണ്ടിയാണ് അത് തുടങ്ങിയത് എന്നാണ് ചരിത്രം പറയുന്നത്. ഇസ്ലാമിക പ്രമാണങ്ങളുമായി യാതൊരു ബന്ധവുമില്ലെങ്കിലും അന്ന് എന്നെങ്കിലും ഒക്കെ ഒരു മുസ്ലിം സമൂഹത്തിലെ എല്ലാ ആളുകളും റസൂലിനെ ഒന്ന് ഓർക്കുകയും 4 സ്വലാത്ത് ചൊല്ലുകയൊക്കെ ചെയ്യല്ലോ എന്നൊക്കെയായിരുന്നു അത്രേ അത് തുടങ്ങിയവരുടെ ധാരണ. പക്ഷെ അവിടെ നിന്നൊക്കെ അത് പോയിട്ട് DJ പാട്ടും ഡാൻസും ഒക്കെയായി കുറെ എന്തെല്ലാമോ ആയി മാറിക്കൊണ്ടിരിക്കുക. ഒരു ആ വിഭാഗത്തിന്റെ ഒരു പണ്ഡിതന്റെ സംസാരം കേൾക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, മൗലൂദ് കഴിക്കലും നബിദിനാഘോഷിക്കലും ഒക്കെ നല്ലതൊക്കെ തന്നെയാണ്, പക്ഷെ ഇപ്പോഴത്തെ കോലത്തിലായിക്കൂടായ എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായ പ്രമാണത്തിനപ്പുറത്തേക്ക് നമ്മൾ കുറെ ആഘോഷങ്ങളെ കൊണ്ടുവന്നപ്പോ അവയൊക്കെ ഉസ്താദുമാരുടെ നിയന്ത്രണത്തിൽ നിന്നൊക്കെ പോയി. ഇവിടെ 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്,
ഇതിനൊക്കെ പണം മുടക്കുകയും അതിനൊക്കെ നല്ല നീയത്തോടു കൂടി ചേരുകയും ചെയ്യുന്ന കുറെ ആളുകളുണ്ട്. പക്ഷെ അവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഒരു ഇസ്ലാമിലൊരു കാര്യം പുണ്യമായി തീരണമെങ്കിൽ അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യമായ നിർദ്ദേശം ഉണ്ടായിരിക്കണം. ആ നിർദ്ദേശത്തിനപ്പുറത്ത് ഇപ്പൊ നമുക്കറിയാം, സുജൂദിലെ ദിക്റെന്താ? പല ദിക്റുകളുണ്ട്. അതിൽ പ്രധാനമായും നമ്മൾ പഠിച്ചിരിക്കുന്നത് സുബ്ഹാന റബ്ബിയൽ അഅ്ല എന്നതും സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദികല്ലാഹുമ്മ ഗ്ഫിർലി എന്നതുമാണ്. റസൂലുള്ളാഹ് തന്റെ ജീവിതത്തിന്റെ അവസാന കാലങ്ങളിലൊക്കെ കൂടുതലായും ഉപയോഗിച്ചിരുന്നത് ഈ സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ വബിഹംദികല്ലാഹുമ്മ ഗ്ഫിർലി എന്നുള്ള പ്രാർത്ഥനയാണ്. നമ്മളൊക്കെ മദ്രസയിൽ നിന്ന് പഠിച്ചു പോകുന്നത് സുബ്ഹാന റബ്ബിയൽ അഅ്ല എന്നാണ്. പക്ഷെ നമുക്കറിയാം, നമ്മളിൽ പലരും ഇതല്ലാത്തത് പഠിച്ചിട്ടുണ്ട് അല്ലെ? സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി പറയുന്നവരുണ്ട്, അതല്ലാത്ത വേറെയും കുറെ വാക്കുകളൊക്കെ. പക്ഷെ നാം മനസ്സിലാക്കേണ്ടത് എന്താ? ഇവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരപ്പെട്ട സുന്നത്തിൽ നമുക്ക് ബോധ്യമായതല്ല എങ്കിൽ ആ വബിഹംദിഹി എന്നത് പാടില്ലാത്തതാണ്. അപ്പൊ മറ്റേ ദുആയില് ദിക്റില് വബിഹംദിഹി ഉണ്ടല്ലോ, സുബ്ഹാനകല്ലാഹുമ്മ റബ്ബന വബിഹംദിക എന്ന് അവിടെ പറഞ്ഞിട്ടില്ലേ? അപ്പൊ അതുകൊണ്ട് സുബ്ഹാന റബ്ബിയൽ അഅ്ല കഴിഞ്ഞിട്ട് വബിഹംദി പറഞ്ഞാൽ എന്താ കുഴപ്പം? പാടില്ല. അതായത് മതകാര്യങ്ങളിൽ ഈ പറഞ്ഞ ഒന്നൊന്നിനോട് താരതമ്യം ചെയ്യലില്ല. ഇപ്പൊ നമുക്കറിയാം, കൂട്ടുപ്രാർത്ഥന നിർവഹിക്കലില്ലേ? നമ്മൾ എപ്പോഴും കൂട്ടുപ്രാർത്ഥന നിർവഹിക്കാറുള്ളത് ജുമായിൽ നമ്മൾ കൂട്ടുപ്രാർത്ഥനയുണ്ട്. അത് ജുമായുടെ വളരെ പ്രധാനപ്പെട്ട, ഖുതുബയിലെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അവസാനത്തിൽ ഇമാം ദുആ ചെയ്യുന്നു, നമ്മൾ അതിന് ആമീൻ പറയുന്നു. അത് ഈ ജുമാ ഖുതുബയുടെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ ജുമാ നിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചാൽ എന്താ കുഴപ്പം? മിമ്പറിന്മേൽ നിന്നതാകാമെങ്കിൽ താഴെ നായിക്കൂടെ? അല്ലെ? അവിടെയാണ് നാം ഇസ്ലാമിക കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സുബ്ഹാന റബ്ബിയൽ അഅ്ല എന്നേ പറയാൻ പറഞ്ഞിട്ടുള്ളൂ എങ്കിൽ ഇപ്പൊ മയ്യത്ത് നമസ്കാരം, ഞാനൊരു മയ്യത്ത് നമസ്കരിച്ചു വരാം. മയ്യത്ത് നമസ്കാരത്തില് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറെ ആളുകൾ സലാം വിട്ടാറുള്ളത്. നമ്മൾക്കറിയാം, സലാം, ഒരാൾ നമ്മളോട് സലാം പറഞ്ഞാൽ അയാൾക്ക് ബറക്കാത്ത് കൂടി ഏറ്റി പറയുക എന്നത് റസൂലിന്റെ സുന്നത്ത്. ഒരാൾ നമ്മളോട് അസ്സലാമു അലൈക്കും പറഞ്ഞാൽ മറുപടി പറയുമ്പോൾ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഒക്കെ കൂട്ടി പറയുന്നതാണ് കൂടുതൽ പുണ്യം എന്ന് നമുക്കറിയാം. ശരി, എങ്കിൽ പിന്നെ മയ്യത്തിന്റെ നമസ്കാരത്തിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു കൂടി കൂട്ടുന്നത് പുണ്യല്ലേ? എന്താ ചെയ്തൂടെ? ഞാൻ പറഞ്ഞു വരുന്നത് അത് പാടില്ല. കാരണം എന്താ? റസൂലുള്ള എല്ലാ നമസ്കാരത്തിലും എങ്ങനെയാണോ സലാം കിട്ടിയത് ആ രൂപത്തിൽ തന്നെ മയ്യത്ത് നമസ്കാരത്തിലും സലാം കിട്ടിയിട്ടുള്ളൂ. അതൊരു ദിക്റല്ലേ? ബറക്കാത്തുഹു എന്നുള്ളതൊരു പ്രാർത്ഥനയല്ലേ? ഇത് നല്ല കാര്യമല്ലേ? അല്ല. അത് എനിക്ക് സലാം പറയുന്ന ഒരാൾക്ക് മടക്കുമ്പോൾ അതൊരു നല്ല കാര്യമാണ്. കാരണം റസൂലുള്ള പറഞ്ഞിരിക്കുന്നു, അത് പറയാൻ ചെയ്തിരിക്കുന്നു റസൂലുള്ള. എന്നാൽ മയ്യത്ത് നമസ്കാരത്തിന്റെ പ്രാർത്ഥനയുടെ സമയത്ത് വബറക്കാത്തുഹു റസൂലുള്ളാഹി ചെയ്തിട്ടില്ല, സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ എത്ര മതി? സാധാരണ നമസ്കാരത്തിൽ സലാം വിട്ടുന്നത് പോലെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി മതി. അത് ഒരു വാക്ക് റസൂലുള്ളാഹി ദിക്റായി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ വാക്കിന് മാത്രമേ ആ പുണ്യം കിട്ടൂ. അല്ലെ? നമ്മളിപ്പോ പറയാറുണ്ട്, ളുഹർ നിസ്കാരം നമുക്കൊക്കെ ഒരു നിസ്കാരങ്ങളിലൊക്കെ ഓരോ റക്അത്തിൽ ഓരോ ഫാത്തിഹയാണ് നമ്മൾ ഓതല്. ഒരു റക്അത്തിൽ ഒരു പ്രാവശ്യം ഫാത്തിഹ ഓതലുള്ളൂ. ആ ഫാത്തിഹ നിർബന്ധമാണ്. അത് കിട്ടിയിട്ടില്ല എങ്കിൽ റക്അത്ത് കിട്ടൂല. ഫാത്തിഹ ഓതിയെങ്കിൽ റക്അത്ത് പൂർണ്ണമാകും. ശരി, ഇന്ന് എനിക്ക് ഒഴിവാ, ഞായറാഴ്ചയാ, വേറെ തിരക്കൊന്നുമില്ല, ഞാൻ ഏതായാലും ഒറ്റയ്ക്ക് നിസ്കരിക്കുക, ഒരു 4 വട്ടം ഫാത്തിഹ ഓതാന്ന് വെച്ചാലോ? ആ നമസ്കാരത്തിന് പുറത്താണ് ഞാൻ ആ ഓതുന്നതെങ്കിൽ വെറുതെ ഇരുന്ന് ഫാത്തിഹ ഓതുക, എനിക്ക് പുണ്യമുണ്ട്. കാരണം ഖുർആനിലെ ഓരോ അക്ഷരം ഓതുന്നതിന് കൂലിയില്ലേ? പക്ഷെ ആ നമസ്കാരത്തിനകത്ത് ഞാൻ 2 വട്ടം ഫാത്തിഹ ഓതുന്നത് കുറ്റമാണ്. പുണ്യമല്ല എന്ന് മാത്രമല്ല, കുറ്റകരമാണ്. അതായത് മതത്തിലൊരു കാര്യം അത് ഏത് സമയത്ത്, ഏത് രൂപത്തിൽ, ഏത് അളവിൽ. ഇപ്പോ ദിക്റില്ലേ? നിസ്കാരത്തിന് ശേഷം സുബ്ഹാന റബ്ബിയൽ അഅ്ല എത്ര വട്ടം നമ്മളത് സുബ്ഹാനല്ലാഹും അതുപോലെ തന്നെ അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഒക്കെ എത്ര പ്രാവശ്യം നമ്മൾ പറയാറ്? 33 പ്രാവശ്യം വീതം. എന്താ 33 ആക്കിയത്?
34 എന്താ, 32 എന്താ, 100 എന്താ? ദിക്റല്ലേ? എപ്പോഴും ചൊല്ലാം. നമുക്ക് 100 വട്ടോ 200 വട്ടോ 30 വട്ടോ ഒക്കെ ചൊല്ലാം സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ്. പക്ഷെ റസൂലുള്ള ഫർള് നമസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലിയത് 33. അപ്പൊ അത് എണ്ണി തന്നെ ചെല്ലണം 33. അതങ്ങനെ കൊട്ട കണക്ക് ചൊല്ലിയ ആ കൂലി കിട്ടൂല. ഇത് തന്നെയാണ് ഇസ്ലാമിലെ ഇത്തരത്തിലുള്ള ആരാധനാകർമ്മങ്ങളായി ആളുകൾ പുണ്യകരമായി ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിലപ്പോൾ നമുക്കും തോന്നും ആ സമൂഹം ഇത്രയും കൂടിയിരുന്ന് ആയിരക്കണക്കിന് ആളുകൾ എന്തൊരു ഭക്തിയിൽ, എന്തൊരു ഈണത്തിലല്ലേ സ്വലാത്ത്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ഏറെ പുണ്യകരമാണ്. ഒരു പ്രാവശ്യം നമ്മൾ റസൂലിന് വേണ്ടി സ്വലാത്ത് അനുഗ്രഹ പ്രാർത്ഥന നടത്തുമ്പോൾ നമുക്ക് 10 പുണ്യം കിട്ടുമെന്നാണ് റസൂലുള്ള പറഞ്ഞത്. നമുക്ക് ആ റസൂലിന്റെ പേര് കേൾക്കുമ്പോഴൊക്കെയും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോ, ഇനി അതല്ല അതിന്റെ പൂർണ്ണ രൂപത്തിൽ തന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് എന്ന് പറയുന്ന നമ്മൾ ഇബ്രാഹിമി സ്വലാത്തല്ലേ, ആ തഹിയാത്തിന് ശേഷം ചൊല്ലുന്ന അതാണ് അതിന്റെ പൂർണ്ണ രൂപം. നിർവഹിക്കുക അത്രയും പുണ്യമുള്ള കാര്യമാണ് അല്ലെ. പുസ്തകത്തിലൊക്കെ നമ്മൾ ലേഖനത്തിലൊക്കെ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ മുഹമ്മദ് നബി കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിൽ സാന്ന്, അത് സാന്ന് വായിച്ചു പോകാതെ അവിടെ എന്ത് വായിക്കുക? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്വലാത്ത് മുഴുവൻ ചൊല്ലിപ്പോകാം. ഏറ്റവും ചുരുങ്ങിയത് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെങ്കിലും പറഞ്ഞു പോകാം അല്ലെ. അത് അത്രയും പുണ്യമുള്ള കാര്യമാണ്. പക്ഷെ അത് ഇങ്ങനെ ഏതെങ്കിലും ഒരു മാസത്തിലോ ദിവസത്തിലോ പ്രത്യേകമായ ഒരു രൂപത്തിലോ നിർവഹിക്കുമ്പോൾ അത് റസൂലുള്ളാഹിയുടെ സീലുള്ള, റസൂലുള്ളാഹിയുടെ അംഗീകാരമില്ല. അതുകൊണ്ട് തന്നെ മൻ അഹദസ ഫീ അംരിനാ ഹാദാ ഫഹുവ റദ്ദ്. ഇതൊക്കെ നമ്മൾ എത്രയോ കൊല്ലങ്ങളായി മുമ്പെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, പക്ഷേ ആരെങ്കിലും പുതിയവരൊക്കെ ഉണ്ടാകാലോ അക്കാര്യങ്ങൾ ആലോചിക്കുന്നവരെന്ന് കരുതിയിട്ടാണ് വീണ്ടും ഉണർത്തിക്കൊണ്ടേയിരിക്കുന്നത്. കാരണം ഇതിന്റെ മനോഹാരിതയിൽ അതിന് സംഭാവന ചോദിക്കുന്നവരുണ്ട് അല്ലെ. അങ്ങനെയൊക്കെ ആ കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ വിവാഹ ബന്ധങ്ങൾ അവിടെയാണ് അല്ലെ, അങ്ങനെ കാര്യങ്ങളിൽ എന്താ ഒന്ന് പോയാല് അല്ലെ, അവിടുത്തെ പായസത്തിന് എന്താ വേറെന്തോ കുഴപ്പമുണ്ടോ? വേറെ കുഴപ്പമില്ലല്ലോ ഇതിന്. പക്ഷേ അള്ളാന്റെ റസൂലിന്റെ ജന്മദിനത്തിന്റെ ആഘോഷത്തിന്റെ പേരിൽ ആ ഭക്ഷണം ഉണ്ടാക്കി അതിന് പുണ്യം കിട്ടണമെന്ന നിയത്തോടു കൂടി ഉണ്ടാക്കിയതാണ് എങ്കിൽ അത് നമുക്ക് പാടില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, മറ്റേ ആഘോഷം നമ്മുടെ ഹൈന്ദവ സമൂഹത്തിന്റെ ഓണാഘോഷം, അതും അതേ തന്നെ അവരുടെ പുണ്യമാണ്. പുണ്യത്തിന്റെ നമുക്ക് പറ്റൂല. നേരെ സാമൂഹിക ബന്ധവുമായി ബന്ധപ്പെട്ടതാകാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അതിനുവേണ്ടി ഇപ്പൊ നമ്മുടെയൊക്കെ പള്ളികളും മദ്രസകളും ഒക്കെ വലിയ പെരുന്നാൾ നമ്മൾ ആരും അലങ്കരിക്കാറുണ്ടോ? അലങ്കരിക്കാൻ റസൂലുള്ള പറഞ്ഞിട്ടൊന്നുമില്ലേ? ഇനിയിപ്പോ ഏതായാലും ഓർക്ക് നബിദിനത്തിലുണ്ട്, നമുക്ക് പെരുന്നാളിന് തന്നെ ആയിക്കോട്ടെ തിങ്കളിന് ഒരു 10,000-50,000 റുപ്യ മുടക്കി നമ്മളെ പ്രൗഢി കാണിക്കാൻ ലൈറ്റ് ഇടണ്ട അല്ല, ഏതെങ്കിലും സാധുക്കൾക്ക് കൊടുത്തേക്ക്. അപ്പൊ ഇത്തരത്തിലുള്ള ധൂർത്തുകൾ എത്രയൊക്കെ ഹറാമുകൾ അതിന് വരുന്നത്. ഇനി അതിനകത്തുള്ള പുണ്യം എന്ന് പറയുന്ന ഭാഗത്തിൽ തന്നെ നമുക്കറിയാം അല്ലെ. വളരെ ഭക്തിയോടുകൂടി പാരായണം ചെയ്യപ്പെടുന്ന അവരുടെ റസൂലിന്റെ മൗലൂദുകൾ, അതിനകത്ത് പോലും ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് നേരെ വിരുദ്ധമായ കാര്യങ്ങളാണ്. പക്ഷെ അതിനൊക്കെ വ്യാഖ്യാനിച്ചൊപ്പിച്ചു കൊണ്ടുവരുന്നു എന്നതാണ്. അതൊന്നും പഴയ രീതിയിലും ഇണത്തിലൊന്നും പാടാൻ പുതിയ തലമുറയൊന്നും കിട്ടാത്തത് കൊണ്ട് നല്ല പുതിയ ഹിന്ദി പാട്ടുകളുടെ ഒക്കെ ട്യൂണിലാണ് അത് പാടുന്നത്. ഏത് ഭാഷയിലായാലും ഏത് ട്യൂണിലായാലും ആ പാടുന്നത് ഇസ്ലാമിന്റെ ആശയത്തിന് വിരുദ്ധമാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് പാടില്ലാത്തതാ അല്ലെ. അതുപോലെ റോഡ് വഴി തടയുക എന്നുള്ളത്, പള്ളിയിൽ നിസ്കരിക്കാൻ വന്നതിന്റെ പേരിൽ ആളുകളുടെ റോഡ് അടയാൻ പാടുണ്ടോ? നമ്മൾ തിരക്കിട്ട് ജുമപ്പ തീരുന്നതിനാണ് വണ്ടി അവിടുത്തെ എവിടെയോ നാട് നിർത്തിച്ചു പോകുന്നത്. ആ റോഡ് മേൽ കൂടെ പോകുന്ന വാഹന ഗതാഗതത്തിന് തടസ്സം ഉണ്ടായിരിക്കാം. അതിനുള്ള കുറ്റം നമ്മൾ വേറെ തന്നെ വാങ്ങണം. പള്ളിയിൽ പോയതാറുടെ കാര്യമൊന്നുമില്ല അല്ലെ. എങ്കിൽ റസൂലുള്ളാഹിയുടെ ഈ സ്നേഹവും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൊച്ചുമക്കളെ കൊണ്ടുള്ള റോഡ് ഏതായാലും പാർട്ടിക്കാരൊക്കെ നടത്തുന്നല്ലേ, പിന്നെ അമ്മക്കായിട്ട് എന്താ കുഴപ്പം? അതാണ് നമ്മുടെ ന്യായം അല്ലേ. അല്ലെ, മറ്റാരെങ്കിലും അല്ലെ മറ്റു മതക്കാരോ മറ്റു പാർട്ടിക്കാരോ നടത്തുന്നു എന്നതിന്റെ പേരിൽ നമുക്കൊരു തെറ്റ് ചെയ്യാൻ പാടുണ്ടോ? അപ്പൊ ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഇസ്ലാം നിഷിദ്ധമാക്കിയ പല കാര്യങ്ങളും അല്ലെങ്കിൽ കുറ്റകരമാക്കി മാറ്റിയ പല കാര്യങ്ങളും ഈ ഒരു രൂപത്തിൽ നടക്കുക. പണ്ടൊരു ദിവസം കൊണ്ടൊക്കെ തീർന്നിരുന്നു, ഇപ്പൊ അത് ഒരു മാസാചരണമായി മാറി. അത് തഖ്വയുടെ പേരിൽ കുറെ ആളുകൾ അതിന് സാമ്പത്തികമായി ചെലവഴിക്കാനുണ്ട്. കുറെ നിഷ്കളങ്കരായ മനുഷ്യന്മാര്, മുത്തഖീങ്ങളായ ആളുകൾ, നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ വേണ്ട. അവർ വളരെ ഈമാനോടുകൂടി തന്നെ അത് ചെയ്യുന്നത്.
പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഈമാൻ എത്ര ഉണ്ടായിട്ടും കാര്യമല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന ഉണ്ടെങ്കിലേ നന്മയാകും. നമ്മുടെ നീയത്തോണ്ട് മാത്രം കാര്യമല്ലല്ലോ അല്ലെ. നമ്മൾ നല്ല നീയത്തിലാണ് ചെയ്തത് എന്നതുകൊണ്ട് മാത്രം ഒരു കാര്യം ഇസ്ലാമിൽ നന്മയാകില്ല. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന വേണം, നിർദ്ദേശം വേണം. അങ്ങനെ നമ്മുടെ നീയത്തിൽ നല്ലതായിരുന്നുവെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് ഒഴിവുള്ള സമയത്ത് കുറേയേറെ നിസ്കരിച്ചിട്ടേക്കായിരുന്നു. ഏതായാലും പലപ്പോഴും നിസ്കാരമൊക്കെ പോയില്ലേ, അതുകൊണ്ട് ഒഴിവുള്ള സമയത്ത് കുറെ അങ്ങനെ നിസ്കരിക്കാൻ പോയതിനൊക്കെ പകരമായിക്കോട്ടെ. അങ്ങനെ നിസ്കാരം റസൂലുള്ള പറയുന്നില്ല. കണക്കില്ലാത്ത നോമ്പ് ഏതൊക്കെ പോയിക്കുന്ന അതിന് പകരമായിക്കോട്ടെ, അങ്ങനെ ഒരു നോമ്പില്ല. സുന്നത്ത് നോമ്പ് എനിക്ക് എത്രയും നോൽക്കാം, ഹറാമല്ലാത്ത ദിവസങ്ങളിലൊക്കെ നോമ്പ് നോൽക്കാം. അപ്പൊ ആ രൂപത്തിലുള്ള ദിക്റുകളായിരുന്നാലും ശരി, ദുആകളായിരുന്നാലും ശരി, അവയൊക്കെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമുണ്ടാകുമ്പോൾ മാത്രമേ അത് പുണ്യമാവുകയുള്ളൂ. ഈ രണ്ട് സാമൂഹിക ആചാരങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഞാൻ ഓതി വെച്ച സൂറത്തുൽ മാഇദയിലെ 48-ാമത്തെ വചനം. വഅൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ്. റസൂലേ, താങ്കൾക്ക് സത്യവുമായി വസ്തുതയുമായി ഇതാ ഒരു ഗ്രന്ഥം അവതരിപ്പിച്ചിരിക്കുന്നു. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനൽ കിതാബ്, മുമ്പുണ്ടായിരുന്ന വേദങ്ങളെയൊക്കെ സത്യപ്പെടുത്തുന്നതാണത്. വമുഹൈമിനൻ അലൈഹി, ആ ആശയങ്ങളെ സംരക്ഷിക്കാൻ കൂടിയുള്ളതാണ് ഈ കിതാബ്. മുൻകാല വേദങ്ങളെയൊക്കെയും ദൈവികമായ വേദഗ്രന്ഥങ്ങളെയൊക്കെയും സത്യപ്പെടുത്തുന്നതും അവയുടെ ആശയങ്ങൾക്ക് സംരക്ഷണമായി കൊണ്ടുമാണ്. കാരണം അവക്കൊന്നും ഖുർആനെ പോലെയുള്ള സുരക്ഷിതം വന്നില്ലല്ലോ. മറ്റൊരു വേദഗ്രന്ഥവും അതിന്റെ ഒറിജിനൽ ഇന്ന് ലോകത്തില്ല, അവരാരും അവകാശപ്പെടുന്നില്ല. കാരണം അതങ്ങനെ സൂക്ഷിക്കാൻ അള്ളാഹു സംവിധാനം ചെയ്തിട്ടില്ല. പക്ഷേ അതിലൊക്കെ പറഞ്ഞ അതേ മൂല്യങ്ങൾ, അതേ സന്ദേശങ്ങൾ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് ഫഹ്കും ബൈനഹും ബിമാ അൻസലല്ലാഹ്, അള്ളാഹു പറഞ്ഞതെന്താണോ, അള്ളാഹു അവതരിപ്പിച്ചതാണോ അത് വെച്ച് വിധിക്കുക, അതനുസരിച്ച് തീരുമാനമെടുക്കുക. വലാ തത്തബി അഹ്വാഅഹും, അവരുടെ ആഗ്രഹങ്ങളെ, താല്പര്യങ്ങളെ, സ്വാർത്ഥതകളെ നീ പിൻപറ്റരുത്. ഈ മീലാദുൻ നബിയുടെ തുടക്കം നമ്മൾ അന്വേഷിച്ചു പോയാൽ എത്തുന്നത്, നമ്മുടെ തൊട്ട് മുമ്പ് എത്തുന്നത് ഷിയാ വിഭാഗത്തിലാണ്. മുസ്ലിങ്ങളിൽ രണ്ട് കക്ഷികളായിട്ടുള്ള ഷിയാക്കളുണ്ടല്ലോ, ഷിയത്ത് അലി എന്ന് പറയുന്ന, അവരാണ് ഇങ്ങനെ മഹാന്മാരുടെ ജന്മദിനം ആഘോഷിക്കുന്നത് ഒരു മതചടങ്ങാക്കി കൊണ്ടുവന്നത്. അവർക്ക് എവിടെ നിന്ന് കിട്ടി എന്ന് അന്വേഷിച്ചു പോയാൽ അതെത്തുന്നത് യഹൂദ മതത്തിലാണ്. അവരാണ് ഈ പറഞ്ഞ ആചാരങ്ങളുടെ, അവരുടെ മതത്തിലുള്ള ഈ പറയപ്പെട്ട മഹാന്മാരായ ആളുകളുടെ ജന്മദിനം ആഘോഷിച്ചുകൊണ്ട് തുടങ്ങിയത്. അതിന്റെ ഒരു ഭാഗമാണല്ലോ നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിന്റെ ആരാധന ഈസാ നബി അലൈഹി ഇസ്ലാമയുമായി ബന്ധപ്പെട്ട്. അപ്പോ അള്ളാഹു ഇറക്കി തന്നത് എന്താണ്, അതിനെ പിൻപറ്റുക എന്നല്ലാതെ മറ്റുള്ളവരുടെ ആചാരങ്ങളെ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പിന്തുടരാൻ പാടില്ല. ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅ, എല്ലാ വിഭാഗം ആളുകൾക്കും അള്ളാഹു ചില നിയമക്രമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബിൻഹാജ, ചില കർമ്മരൂപങ്ങൾ, എല്ലാവർക്കും അവരുടേതായ ആരാധനാ രീതികളുണ്ട്, വിശ്വാസ രീതികളുണ്ട്. അതുകൊണ്ട് വലൗ ഷാ അല്ലാഹു ലജഅലകും ഉമ്മത്തൻ വാഹിദ, അള്ളാഹു ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെയൊക്കെ ഒറ്റ സമൂഹമാക്കായിരുന്നു. നമുക്കറിയാലോ, ആദമിന്റെ മക്കളാണ് നമ്മളൊക്കെ, ഏത് ജാതിയായാലും ഏത് നാട്ടുകാരനായാലും. അള്ളാഹ്ക്ക് വേണമെങ്കിൽ എല്ലാവരെയും ഈ തൗഹീദിലൂടെ തന്നെ കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. വലാകിൻ ലിയബ്ലുവക്കും, എന്നാൽ അള്ളാഹ് ഇങ്ങനെ വ്യത്യസ്തതകൾ വെച്ചത് എന്തിനറിയോ, നിങ്ങളെ പരീക്ഷിക്കാനാണ്. അതാ നല്ലത് കരുതി അങ്ങോട്ട്, ഇതാണ് കരുതി ഇങ്ങോട്ടില്ലേ. ഇപ്പൊ നമ്മള് കോഴിക്കോട്ട് നിന്ന് കേൾക്കുന്ന വേറൊരു പുതിയ വാർത്ത അല്ലേ, നമ്മുടെയൊക്കെ ഇസ്ലാമിന്റെ വായനയൊന്നും ശരിയായിട്ടില്ല, അതിനൊന്ന് പുതിയ കാലത്തിനനുസരിച്ച് വായിക്കണം എന്ന് പറഞ്ഞ ഒരു പുതിയ ഉസ്താദ് വന്നു അല്ലെ. അദ്ദേഹം ഒരു കുറെ ആളുകളെ കണ്ടാക്കി, അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ മാറി, അദ്ദേഹത്തിന്റെ ഖുതുബകൾ മാറി, അദ്ദേഹത്തിന്റെ നിക്കാഹ് ഖുതുബകൾ മാറി, പുതിയ കുറെ വ്യാഖ്യാനങ്ങളായി വന്നു. നമ്മൾ കൂട്ടത്തിൽപ്പെട്ട കുറച്ച് ആധുനികമായി കുറച്ചുകൂടിയൊക്കെ ശരിയാകേണ്ടതുണ്ട് മുസ്ലിം സമൂഹം, അല്ലെ മുസ്ലിം ഉസ്താദുമാർ എന്നൊക്കെ ആലോചിച്ച കുറച്ച് ബുദ്ധിജീവികളൊക്കെ അദ്ദേഹത്തിന്റെ പിന്നാലെ പോയി. ഇപ്പോഴെന്തേ വാർത്ത നമ്മൾ കേട്ട് അല്ലെ. അപ്പൊ അറിയുന്നത് അദ്ദേഹമായിട്ട് യാതൊരു ബന്ധവുമില്ല, അതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് അത് മരവിപ്പിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അതോറിറ്റിയൊക്കെ പറഞ്ഞിപ്പോ പത്രക്കുറിപ്പ് ഇറക്കിയത്. അള്ളാഹുവിന്റെ നിർദ്ദേശവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾക്ക് മേലേക്കൊന്നും ആർക്കും പോകാൻ കഴിയില്ല. അത് ആരെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്നതിന്റെ പേരിൽ ആ നിയമങ്ങളെ മാറ്റാനും കഴിയില്ല. സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്കറിയാം, ചില വ്യക്തികളുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ചില അപജയങ്ങളെ എടുത്തിട്ട് ഇസ്ലാമിന്റെ നിയമം അങ്ങനെയാണ്, അത് മാറ്റിക്കളയണം. നമ്മളും ഉണ്ട് ആ കൂട്ടത്തില്.
നമ്മളും ഉണ്ടാവും ആ കൂട്ടത്തിൽ. ഇപ്പോ ബഹുഭാര്യത്വം ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. ആരോ ആ ബഹുഭാര്യത്വത്തിന്റെ പേരിൽ അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല, പുതിയ തലമുറക്ക് ആധുനിക സമൂഹത്തിൽ ചേർന്നതല്ല. റസൂലുള്ള അന്ന് യുദ്ധത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെ മരണപ്പെട്ട പട്ടാളക്കാരുടെ ഭാര്യമാരെയൊക്കെ സംരക്ഷിക്കാനൊക്കെ വേണ്ടി കൊണ്ടുവന്നൊരു നിയമമാണ്. ഇന്നത്തെ കാലത്തേക്ക് അത് പറ്റൂല. ആരായി പറയുന്നത്? ആ പറയുന്നതിൽ നമ്മളുണ്ട്, നമ്മളെ പേരുകാരുണ്ട്. അത് ശരിയായില്ല അല്ലെ? അവിടെ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, അള്ളാഹു നിങ്ങൾക്കൊരു മിൻഹാജ്, ഒരു ശിറഅ, ഒരു മതനിയമം ഉണ്ടാക്കി തന്നിട്ടുണ്ട് എങ്കിൽ അത് നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അള്ളാഹ് തന്നതിൽ ഇസ്സത്ത് കാണാം അല്ലെ? അള്ളാഹു തന്നത് അത് മദീനിക്ക്, അവിടെയാണ് നമുക്ക് നിൽക്കാൻ കഴിയേണ്ടത്. പടച്ചോൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അത് ഇസ്സത്തോടുകൂടി എനിക്കത് അവലംബിക്കാൻ കഴിയും. അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു ആധുനികതയില്ല, ഒരു പുരോഗതിയില്ല, ഒരു നന്മയില്ല. പക്ഷെ അതിനെ നമ്മൾ ആരെങ്കിലുമൊക്കെ വളച്ചൊടിച്ച് വികൃതമാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ വെച്ച് പരിശോധിക്കണം. അതുകൊണ്ട് ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മകളിൽ മത്സരിച്ചോളൂ നിങ്ങൾ. ഫസ്തബിഖുൽ ഖൈറാത്ത് ഇലല്ലാഹി മർജിഉക്കും, അല്ലാഹുവിലേക്കാണ് ജമിഅ, നിങ്ങളുടെ എല്ലാവരുടെയും മടക്കം അല്ലാഹുവിലേക്കാണ്. ഫയുനബ്ബിഉക്കും ബിമാ കുൻതും ഫീഹി തഖ്തലിഫൂൻ, നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങളിലാണ് അഭിപ്രായ വ്യത്യാസമായിരുന്നത്, അതിന്റെ ശരി എന്തായിരുന്നു എന്ന് അന്ന് അല്ലാഹ് പറഞ്ഞോളും. അപ്പൊ നമുക്കുള്ള ബാധ്യത അള്ളാഹുവിന്റെ കിതാബ് അനുസരിച്ച്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ അള്ളാഹുവിന്റെ ദീനിനെ ആചരിക്കുക, റസൂലിനോടുള്ള ഹുബ്ബാവിഷ് അല്ലെ? റസൂലിനെ സ്നേഹിക്കാനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ വേഷം കെട്ടുന്നത്. റസൂലിന്റെ പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹൊക്കെ എഴുതി വെച്ചെങ്ങാനൊക്കെ നമ്മൾ കുട്ടികളെ കോലം കെട്ടിക്കുന്നുണ്ട്. എന്തൊക്കെ കോലത്തിലാണ് അല്ലെ? അള്ളാഹുവിനെ റസൂലിനെ സ്നേഹിച്ച ഒരു സമൂഹമുണ്ട് അല്ലെ? അവരെ നമുക്കൊക്കെ അറിയാം. ആരാണവർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുചരന്മാർ, സഹാബികൾ. റസൂലിന്റെ ഓരോ രോമത്തിലും അല്ലെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ചലനത്തിലും റസൂലിനെ പിൻപറ്റിയ ഒരു സമൂഹം. അവർക്കാർക്കും വേണ്ടാത്ത ഒരു മീലാദുൻ നബി നമുക്കെന്തിനാ? അവർക്കാർക്കും വേണ്ടാത്ത ദിക്റും ദുആയും നമുക്കെന്തിനാ? അതുകൊണ്ട് നമുക്കറിയുന്നവരോ, ഇതിപ്പോ എന്റെ മുമ്പിലുള്ളവരൊന്നും ഇതിൽ പോണവരൊന്നും അല്ലാന്നറിയാം. പക്ഷെ എന്നാൽ നമ്മുടെയൊക്കെ കുറെ കൂട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കെട്ടുബന്ധവും അല്ലാത്ത ബന്ധങ്ങളും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള കൂട്ടുകാരോടൊക്കെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക. ഇത് കാലത്തിനനുസരിച്ച് വേഷം കെട്ടുന്നതല്ല ഈ ഹുബ്ബുർ റസൂൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത്തിബാഉ സുന്ന, റസൂലുള്ളാഹിയുടെ സുന്നത്തിനെ പിൻപറ്റുകയാണ് വേണ്ടത്. അത് ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുക എന്ന് അവരെ ഓർമ്മപ്പെടുത്തുക. അത് നമ്മളെയും ഓർമ്മപ്പെടുത്തി അള്ളാഹുവിന്റെ റസൂലിന്റെ ആ മഹിതമായ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുൽ അഹിബ്ബ ഉസീകും ബിതഖ്വല്ലാഹ്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം ഏതൊരു വിശ്വാസിക്കും സന്തോഷമാണ്, അവന് ആഹ്ലാദമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് നമുക്ക് ഓരോരുത്തർക്കും സങ്കടമാണ്. അള്ളാഹു ഇങ്ങനെ ഒരു ആഘോഷം ഉദ്ദേശിക്കാത്തത് കൊണ്ട് തന്നെ ആയിരിക്കണം റസൂലുള്ളാഹിയുടെ വഫാത്ത് ഉണ്ടായതും ഈ മാസത്തിൽ തന്നെയാണ്, റബീഉൽ അവ്വൽ മാസം. റസൂലിന്റെ മീലാദ് ജന്മമുണ്ടായത് റബീഉൽ അവ്വലിലാണോ എന്നാണ് എന്നൊക്കെ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. റബീഉൽ മാസത്തിൽ അല്ല എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്. ദിവസങ്ങൾക്കൊക്കെ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. 2, 7, 11 ഒക്കെ പറഞ്ഞവരുണ്ട്. എന്നാൽ റസൂലുള്ളാഹിയുടെ വഫാത്തിനെ കുറിച്ച് ചരിത്രത്തിൽ യാതൊരു സംശയവുമില്ല, അത് റബീഉൽ അവ്വൽ മാസത്തിലായിരുന്നു എന്നത് അല്ലെ? അതുകൊണ്ട് തന്നെ നമ്മളെ റസൂലിന്റെ ആ ഒരു വഫാത്തിനെ ഓർമ്മിപ്പിക്കുന്നത്, റസൂലിന്റെ വഫാത്തിനെ ഓർമ്മിപ്പിക്കുക പറഞ്ഞാൽ അവിടെ നിങ്ങൾ യാസീൻ ഓതുക എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ആ സമയത്ത് റസൂൽ നൽകിയ കുറെ വസിയത്തുകളൊക്കെ ഉണ്ട്, കുറെ ഉപദേശങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പഠിക്കാനും പകർത്താനും ഒക്കെ ശ്രമിക്കേണ്ടതിന് പകരം നമ്മളെ ഇങ്ങനെ ഒരു ആഘോഷത്തിലേക്ക് കൊണ്ടുപോയി നമ്മളെ അവിടെ എത്തിച്ചത് ചെകുത്താന്റെ ഉദ്ബോധനങ്ങളാണ്, ഉപദേശങ്ങളാണ്. അതിൽ നിന്ന് മാറി നിൽക്കുക, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് പിൻപറ്റുക. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ സമൂഹം
ത്തില് നമ്മുടെ ഭൂരിപക്ഷം വരുന്ന സമൂഹം അവർ ഓണം ആഘോഷിച്ചോട്ടെ. അല്ലേ, ലക്കും ദീനുക്കും അല്ലേ, ഖുർആൻ ഞാൻ നേരത്തെ ഓതിയ വചനമില്ലേ, എല്ലാവർക്കും അള്ളാഹു അവരുടേതായ മത നിയമങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ഓരോരുത്തരും അതനുസരിച്ച് നടന്നോട്ടെ. പക്ഷെ നമ്മൾ മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞിട്ട് എല്ലാവരുടേതും കൂടി സ്വയം ഏറ്റെടുക്കേണ്ട. അല്ലെ, ഓരോ മതവിഭാഗത്തിന്റെ പവിത്രമായ പുണ്യകരമായ കാര്യങ്ങൾ നമ്മൾ ഫാൻസി ഡ്രസ് ആക്കരുത്. നാളെ കുറച്ചാളുകളോട് പെരുന്നാൾ ആഘോഷിക്കാൻ ഞങ്ങൾ ഈദ്ഗാഹിലേക്ക് വരികയാണെന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെ ഒന്ന് കയ്യെട്ടാൻ നിന്നാൽ, നിസ്കരിക്കാൻ നിന്നാൽ, ബലിയെറുക്കാൻ വന്ന എന്തായിരിക്കും നമ്മളെ സ്ഥിതി? ദീനിനെ കളിയാക്കല്ലേ എന്നല്ലേ നമ്മൾ പറയാം. ഇതന്നല്ലേ നമ്മൾ പോയിട്ട് മറ്റുള്ളവരുടെ ആരാധനകളും ആചാരങ്ങളും ഒക്കെ വേഷം കെട്ടുമുണ്ടാക്കിയെടുക്കുന്നത്? ഇതൊരു കുടുസായ ചിന്താഗതി പറയല്ല. അവര് അവിടെ അയൽപ്പക്കത്ത് പോയിട്ടൊരു ചോറ് തിന്നിട്ടുണ്ടെങ്കിൽ അത് പാടില്ല, അത് ഹറാമാണ് എന്ന് പറയാനല്ല. ആ സാമൂഹിക ബന്ധങ്ങളൊക്കെ നടന്നോട്ടെ. അല്ലെ, നമുക്കറിയാലോ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്കറിയാം. നമ്മൾ കന്നുകാലികളെ കഴിക്കാറുണ്ട്. പക്ഷെ പന്നിയിറച്ചി ഇവിടെ ഒരു സമൂഹത്തിന് വലിയ പുണ്യമാണ്. പുണ്യം എല്ലാവരും പ്രധാനമായി കഴിക്കാറുണ്ട്. അവർക്ക് മതപരമായി ശരിക്കും അവരുടെ പ്രമാണം അനുസരിച്ച് അവർക്കും നിഷിദ്ധം തന്നെയാണ്. പക്ഷെ അവരത് വ്യാപകമായി കഴിക്കുന്നു. നമ്മളെന്താ ചെയ്യല്? നമ്മളെ പോയി കഴിക്കാറുണ്ടോ അവരുടെ കൂടെ? ഇല്ലല്ലോ. കാരണം എന്താ? നമുക്കത് പാടില്ല എന്നറിയാം. അവർ നമുക്ക് തരാറുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ ഈ പറഞ്ഞ സാധാരണ സദ്യ, ഒരു ഓണസദ്യ നമ്മൾ പറയുന്നത് ഹോട്ടലിലും കിട്ടും, സ്കൂളിലും കിട്ടും, അല്ലെ, നമ്മളെ അയൽപക്കത്തൊന്നും കിട്ടും. അതുമായിട്ട് ബന്ധപ്പെട്ട ആ സദ്യന്റെ അകത്ത് ഈ പറഞ്ഞതുപോലുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ പറ്റില്ല. ഇസ്ലാം നിഷിദ്ധമാക്കിയതുണ്ടെങ്കിൽ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അവരവർക്ക് അവരവരുടെ മതങ്ങളെ വിട്ടൊടുക്കുക, ആചാരങ്ങളെ വിട്ടൊടുക്കുക. എന്റെ വീട്ടിൽ പൂക്കളത്തെങ്കിലേ ഞാനൊരു മതേതരനാകൂ എന്നാണോ? അല്ല, അതൊരു മതവിശ്വാസത്തിന്റെ ഭാഗമായി ഒരു സമൂഹം ചെയ്യുന്നതാ, അവരത് ചെയ്തോട്ടെ. ഞാൻ സൂചിപ്പിച്ചു വന്നത്, നമ്മൾ ഈ ഇസ്ലാമിന്റെ വേഷം കെട്ടി നടക്കാൻ നമുക്ക് ഒരുപാട് പ്രയാസമുണ്ട്. അല്ലെ, എന്തൊക്കെയോ ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് നമ്മളൊരു മുസ്ലിമായി ജീവിക്കുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമുക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ പേരും നമ്മുടെ തറവാടും നമ്മുടെ ദീനും നമ്മുടെ പള്ളിയിലെ പോക്കൊക്കെ. പക്ഷെ നമ്മളതൊക്കെ സഹിക്കുന്നത് എന്തിനാ? നമുക്കറിയാം, ഇതൊക്കെ ഇവിടെ കുറച്ച് നാളൊക്കെ ഉണ്ടാവുള്ളൂ. മരണാനന്തരം ഒരു ജീവിതം വരാനുണ്ട്. അന്നാണ് റബ്ബ് ഇവിടെയുള്ള ജീവിതത്തിന് വിശ്വാസത്തിനനുസരിച്ച് കൂലി കൊടുക്കുന്ന ദിവസം. അന്ന് സ്വർഗം ലഭിക്കുക ഈ ദീനനുസരിച്ച് ജീവിച്ചവനായിരിക്കും. ആ ദീനനുസരിച്ചുള്ള ജീവിതത്തിന് ആ ജിഹാദ് എന്ന് പറയല് വേറെ വെട്ടാൻ നടക്കലല്ല. അല്ലെ, അവനവന്റെ മതത്തിന്റെ ആദർശമനുസരിച്ച് ജീവിക്കാൻ പ്രയാസമുള്ള ഇടങ്ങളിൽ ഇല്ല, എന്റെ മതത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചക്കില്ല എന്ന് പറഞ്ഞ് ആ മതത്തിന്റെ ആദർശമനുസരിച്ച് ജീവിക്കുന്നതാ ജിഹാദ്. ആ ജിഹാദ് ചെയ്യുന്നവനാ അള്ളാഹ് സ്വർഗം വാഗ്ദാനം ചെയ്തത്. ആ അർത്ഥത്തിലാണ് നമ്മളൊക്കെ ഇങ്ങനെയൊക്കെ ഈ സമയത്തൊക്കെ നമുക്ക് എന്തൊക്കെ പണിയുണ്ട്? നമ്മളൊക്കെ നിർത്തിപ്പോന്നത് ബാപ്പ മുതലേ പോരുന്നതുകൊണ്ട് അല്ലല്ലോ. നമ്മൾ ഈ ഒരു നീയത്തിൽ വന്നവരാ. അത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് സ്റ്റേണായിട്ട് ആദർശത്തിൽ ആനമിനാൽ മുസ്ലിം നമ്മളത് നെഞ്ചത്ത് കൈകെട്ടി പറയുന്നത് എന്താ? അല്ലെ, വജ്ജഹത്തോതുമ്പോ അല്ലെ, ആനമിനാൽ മുസ്ലിമീ, ഞാൻ മുസ്ലിമാണ് എന്ന് പറയാൻ അത് നമ്മുടെ വേഷത്തിൽ ഉണ്ടാകണം, നമ്മുടെ ഭാഷയിൽ ഉണ്ടാകണം, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാകണം. കാരണം ദീൻ അങ്ങനെ, ഇസ്ലാം ദീൻ അങ്ങനെയാണ്. വേറെ ചിലർക്ക് ചില കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ, ഏതെങ്കിലും ചില ആരാധനകളൊക്കെ മതമുള്ളൂ. നമുക്കത് മാത്രമല്ലല്ലോ. എന്റെ കല്യാണത്തിന് ദീനുണ്ട്, എന്റെ വീട്ടിൽ ദീനുണ്ട്, അല്ലെ, എന്റെ വാക്കിൽ ദീനുണ്ട്, എന്റെ വസ്ത്രത്തിൽ ദീനുണ്ട്, എന്റെ ഉറക്കത്തിൽ ദീനുണ്ട്. അല്ലെ, അതെല്ലാം പാലിക്കുമ്പോഴാണ് നമ്മൾ ആ റസൂലിനെ പിൻപറ്റുന്നവരാവുക. അള്ളാഹു അതിന് നമുക്കുള്ള ഈമാൻ വർദ്ധിപ്പിച്ച് നൽകുമാറാകട്ടെ. ആ റസൂലിനോട് പ്രിയപ്പെട്ടവരായി നിന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ആ അള്ളാഹു നൽകുന്ന ഹൗലുൽ കൗസർ ഏറ്റുവാങ്ങാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയുടെ പരിപാലന ഫണ്ട് ശേഖരിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. 1-2 പ്രാർത്ഥനകൾക്കുള്ള വസിയത്തുകളുണ്ട്. ഒന്ന്, അരീക്കാട് സ്വദേശിയായ നമ്മളുമായി ബന്ധപ്പെട്ട ഒരു സുഹൃത്ത്, ഒരു സഹോദരൻ ഒരു സർജറിക്ക് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ പള്ളിയിൽ സ്ഥിരമായി വരാറുള്ള ഒരു സഹോദരൻ കഴിഞ്ഞ 2 ആഴ്ചയോളായി ആശുപത്രിയിൽ പ്രയാസകരമായ അവസ്ഥയിലാണ്. ഈ 2 പേർക്കും നമ്മൾ പ്രാർത്ഥിക്കുക. കാരുണ്യവാനായ റബ്ബ് ഈ 2 പേരുടെയും അസുഖം ഏറ്റവും നല്ല നിലയിൽ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
അതേപോലെ എൻ്റെ ഒരു ബന്ധുവും ഒരു ഇസ്ലാഹി പ്രവർത്തകനുമൊക്കെയായ ഒരു സുഹൃത്ത് ഇന്ന് മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും ബർസഖയായ ജീവിതം സ്വർഗീയമാക്കി നൽകുകയും ചെയ്യുമാറാകട്ടെ. ഇതേപോലെ നമ്മളിൽ നിന്ന് വേറെ ഒരുപാട് ആളുകൾ രോഗാവസ്ഥകളിലുണ്ട്. അള്ളാഹു അവൻ്റെ പ്രത്യേകമായ കാരുണ്യം കൊണ്ട് അത്തരത്തിലുള്ള എല്ലാ രോഗികൾക്കും പൂർണ്ണമായ ശിഫ നൽകുകയും അനുഗ്രഹം നൽകുകയും ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ സത്യവിശ്വാസികൾക്കും, അതിൽ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളും സഹോദരങ്ങളും അടക്കമുള്ള എല്ലാ സത്യവിശ്വാസികൾക്കും അള്ളാഹു മാപ്പ് കൊടുക്കുകയും മഹഫറത്ത് നൽകുകയും അവരുടെ ബർസഖിയായ ജീവിതം സ്വർഗീയമാക്കി നൽകുകയും ചെയ്യുമാറാകട്ടെ. കാരുണ്യവാനായ റബ്ബേ, നിന്റെ ദീൻ ശരിയായി മനസ്സിലാക്കാൻ, ആ ദീൻ ജീവിതത്തിൽ പുലർത്താനുമുള്ള ഇൽമും ഈമാനും നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കാൻ റബ്ബേ. പടച്ചവനെ, ജീവിതത്തിൽ വന്നുപെട്ടിരിക്കുന്ന അബദ്ധങ്ങളുണ്ട്, കുറേ തെറ്റുകൾ, കുറേ ഹറാമുകൾ ചെറുതും വലുതുമൊക്കെ ആയി ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയി. കാരുണ്യവാനായ റബ്ബേ, ഗഫൂറായ റബ്ബേ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണമേ. പടച്ചവനെ, നിന്നോടല്ലാതെ ഞങ്ങൾക്ക് ചോദിക്കാനില്ല, നീയല്ലാതെ പാപമോചനം നൽകാനുമില്ല. റഹ്മാനായ റബ്ബേ, എല്ലാ പാപങ്ങളിൽ നിന്നും വിശുദ്ധമായ ജീവിതം നയിക്കുവാനുള്ള ഇൽമും ഈമാനും ആയുസ്സും ആരോഗ്യവും നൽകി നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റബ്ബേ. ജീവിതത്തിൽ പലതരത്തിലുമുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. റഹ്മാനായ റബ്ബേ, അവരുടെ പ്രയാസങ്ങൾക്കെല്ലാം നല്ല നിലയിലുള്ള പരിഹാരങ്ങൾ നൽകി അനുഗ്രഹിക്കണമേ നാഥ. റബ്ബേ, നിനക്കിഷ്ടപ്പെട്ടവരായി ജീവിക്കാൻ, നിനക്കിഷ്ടപ്പെട്ടവരായി മരിക്കാൻ, നീ പ്രിയപ്പെട്ടവർക്ക് നൽകുന്ന വിശുദ്ധ ജന്നത്തിൻ്റെ അവകാശികളാകുവാൻ നീ ഞങ്ങൾക്ക് ഏവർക്കും തൗഫീഖ് നൽകണമേ റബ്ബേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ അഇസ്സ الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب